നെക്സ്റ്റ് ഈസ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓരോ എലമെൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഡിയസ് ആയിരിക്കും വരാം അല്ലേ. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്, അഥവാ ആറ്റോമിക് മാസ്. ഇതിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ട്, എത്ര പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ്. ഓക്കെ ആണോ? അപ്പോൾ ആറ്റോമിക് മാസ് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് ഡിനോട്ട് ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഒരു ഫോർമുലയുണ്ട്, ആർ ഈക്വൽ ടു ബൈ ഹാർട്ട് ആക്കേണ്ട ഫോർമുലയാണ്. റേഡിയസ് കാണാനായിട്ടൊരു ഫോർമുലയുണ്ട്, ആർ ഈക്വൽ ടു R0 ഇൻറ്റു A⁻⁴. ഇങ്ങനൊരു ഫോർമുലയുണ്ട്, ഇത് ബൈ ഹാർട്ട് ആക്കേണ്ട ഫോർമുലയാണ്. ആർ ഈക്വൽ ടു R0 ഇൻറ്റു A⁻⁴. അതിൽ ആ R0 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 10⁻⁻15 ആണ് അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതിൻ്റെ വാല്യൂ ഇതാണ് 1.2 ഇൻറ്റു 10⁻⁻15 മീറ്റർ. പിന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് മാസ്, നമുക്കതറിയാം. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ.